എല്ലാവരും ശ്രദ്ധയിലേക്ക് ഞാൻ പറയുന്നത്, ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, അർജുൻ എന്ന ഒരു വ്യക്തി ലോറിയായി പോയി മണ്ണിനടിയിൽപ്പെട്ടു. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത്രയും ഗുരുതരാവസ്ഥയിൽ ഒരു ലോറി മണ്ണിനടിയിൽ പോയിട്ട് 6 ദിവസം കഴിഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ ഉള്ള വോട്ട് അന്വേഷിക്കുന്ന ജനപ്രതിനിധികളും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും 1 മണിക്കൂർ മതി ഈ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ലോറി എടുക്കാനായിട്ട്. അപ്പോൾ അതിൽ 1 മണിക്കൂർ മതി ഈ ലോറി എടുക്കാനായിട്ട്. അതിൽ ഒരു താല്പര്യം പോലും, ഇതിപ്പോൾ മന്ത്രിമാരെ അറിയാണ്ടാണോ അറിഞ്ഞിട്ടും മിണ്ടാണ്ടിരിക്കണമാണോ, വോട്ട് ചോദിക്കാനും ലൈസൻസ് ഇല്ലാത്തതിന് അതായത് ലൈസൻസ് ഇല്ലാത്തതിന് ചാർജ് ചെയ്യാനും പോലീസുകാരും മന്ത്രിമാരും ഇവിടെ പരക്കം മാഞ്ഞെടുക്കുകയാണ്. ഒരു നല്ല കാര്യത്തിന് ഒരു ജീവൻ്റെ വില എന്ന് പറയുമ്പോൾ എത്ര വിലപ്പെട്ടാണ് നിങ്ങൾ എല്ലാവരും ചിന്തിക്കുക. നിങ്ങളെല്ലാവരും, ഞാൻ പ്രതിഷേധിക്കുന്ന പോലെ എല്ലാവരും പ്രതിഷേധിക്കുക. നിങ്ങൾക്ക് പോസ്റ്റ് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഇടുക, മന്ത്രിമാരെ വിളിച്ച് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ മന്ത്രിമാരെ വിളിച്ച് പറയുക. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക. എന്നിട്ട് ഇപ്പോൾ ഒരുപാട് കേന്ദ്രമന്ത്രിമാർ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ പോയിട്ടുണ്ട്. ജസ്റ്റ് ഒരു പ്രധാനമന്ത്രിക്ക് ഒരു കോൾ ചെയ്താൽ മതി, അരമണിക്കൂറിനുള്ള ആ ലോറി എടുക്കാനുള്ള എല്ലാ സെറ്റപ്പും ഇന്ന് ഇന്ത്യൻ ഭരണഘടനയുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് ഒരാൾ പോലും പ്രതിഷേധിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ നാട്. എന്തുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രതിഷേധിക്കുക, അപ്പോഴാണ് നാട് നന്നാവുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ തൃശ്ശൂരിലെ ഇലക്ഷൻ വന്നു. ആ ഇലക്ഷൻ വരുമ്പോൾ ഡൽഹിയിൽ നിന്ന് ഹെലികോപ്റ്റർ പറന്നു വരാൻ 5ഉം 6ഉം തവണയാണ് പ്രധാനമന്ത്രിമാർ വരുന്നത്. ഇതേപോലെ ആ ഒരു ജീവൻ കിടക്കുമ്പോൾ അവിടേക്ക് ഒരു പ്രധാനമന്ത്രി പോലും കടന്നു പോകുന്നില്ല. മനസ്സിലായില്ലേ? ജസ്റ്റ് ഒരു ഫോൺ കോളിൻ്റെ ആവശ്യമുള്ളൂ. അവിടെ നമ്മുടെ പട്ടാളം അല്ലെങ്കിൽ കരസേന പറന്നെത്തി അത് രക്ഷിക്കാനുള്ള 1 മണിക്കൂറിൻ്റെ ശ്രമം മതി. 6 ദിവസമായിട്ട് ഒരൊറ്റ ആളങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രതിഷേധിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരാളും മിണ്ടാണ്ടിരിക്കരുത്. ഓരോരുത്തരും പ്രതിഷേധിക്കുമ്പോൾ മാത്രമേ ഇവിടെ ഉണരുള്ളൂ ആൾക്കാർ.